ലോകത്താകമാനം ഏകദേശം 22 ലക്ഷത്തിലധികം പേർ ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ്, ഡയറിയ തുടങ്ങിയ ജനജന്യ രോഗങ്ങൾ മുഖേന മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈയിടെയായി കേരളത്തിൽ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള അത്യന്തം ഗുരുതരമായ തലച്ചോറിനെ ബാധിക്കുന്ന രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹരിത കേരള മിഷന്റെ കീഴിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ജനമാന ജീവൻ. ഈ ക്യാമ്പയിന്റെ ആദ്യ ഘട്ടത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 30-31 തീയതികളായി കേരളത്തിലെ എല്ലാ വാട്ടർ ടാങ്കുകളും ജലാശയങ്ങളും കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിണർ എങ്ങനെ വൃത്തിക്ക് ക്ലോറിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് കിണറ്റിൽ ഏകദേശം എത്രത്തോളം വെള്ളമുണ്ടെന്ന് കണക്കാക്കണം. ഒരു റിങ് വെള്ളം, അതായത് ഒരു പടവ് വെള്ളം ഏകദേശം 1000 ലിറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. 1000 ലിറ്ററിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ എടുക്കേണ്ടത്. 2.5 ഗ്രാം ഏകദേശം ഒരു കാലി തീപ്പട്ടിയുടെ അത്രയും ഉണ്ടാവും. അപ്പോൾ ഒരു പടവിന് ഒരു തീപ്പട്ടി ബ്ലീച്ചിങ് പൗഡർ എടുക്കുക. അപ്പോൾ ഈ കണക്കിൽ ഏകദേശം 6ഓളം പടവ് വെള്ളമുണ്ട്. അപ്പോൾ 6 പടവ് 6000 ലിറ്റർ 6 തീപ്പട്ടി ബ്ലീച്ചിങ് പൗഡറാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 6 തീപ്പട്ടി ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് രൂപേണാക്കണം. നമ്മൾ പേസ്റ്റ് രൂപേണാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഏകദേശം ഈ ബക്കറ്റിൻ്റെ 3/4 വെള്ളം എടുക്കണം. അതായത് 5 മുതൽ 10 ലിറ്റർ വരെ വെള്ളം നിറയ്ക്കണം. ഇപ്പം നമ്മൾ ബക്കറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിനകത്തുള്ള ചുണ്ണാമ്പ്, ബ്ലീച്ചിങ് പൗഡറിലുള്ള ചുണ്ണാമ്പ് അടിയാനായിട്ട് ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ അനക്കാതെ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലെ ചുണ്ണാമ്പ് കടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ തെളിഞ്ഞ വെള്ളം മറ്റൊരു ബക്കറ്റിലോട്ടാക്കി അത് കിണറ്റിലോട്ട് ഇറക്കി നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കാം. ക്ലോറിൻ വെള്ളം നിറച്ച ബക്കറ്റ് കിണറ്റിൽ നന്നായി ഇറക്കി മുകളിലോട്ടും താഴോട്ടും അതുപോലെ സൈഡിലോട്ടും നന്നായി ഇളക്കി കുത്തി ഇളക്കിയതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും മിനിമം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കലെങ്കിലും കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലോറിനേഷന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഭാവിയിൽ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക.